അപ്പം മച്ചന്മാരെ, ഞാൻ നിൽക്കുന്നത് നമ്മുടെ നേരെ കോന്നിയിൽ നിന്ന് നേരെ നമ്മുടെ പൂങ്കാവ് പോകുന്ന റൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ടയുടെ 3 മണിമുത്തുകളുണ്ട്. അപ്പം അതിൽ ഒരാടെ നമ്മുടെ സുഹിത്തേണ്ട രാഘവൻ ചേട്ടൻ്റെ പുഴുക്കുകട. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇന്ന് വിഷുവാണ്. അപ്പോൾ വിഷുവായിട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനമായിട്ട് ഞാൻ വന്നതാണ്. അപ്പം ഉദ്ഘാടനത്തിൻ്റെ ആരംഭങ്ങളൊക്കെ അങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നേരെ നമുക്ക് ഉദ്ഘാടന വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. അപ്പോൾ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ശേഷം നമുക്ക് വീഡിയോ കാണാം. സാരമില്ല, അതൊന്നും കാര്യമുള്ള കാര്യം നടക്കാൻ പറ്റും. കത്തിക്കണം കേട്ടോ. ഗ്രാമപഞ്ചായത്ത് ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ വാഴവിള അച്യുതൻ നായർ അവர்கள், നമുക്കെല്ലാം പ്രിയപ്പെട്ട അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാർ, പ്രിയപ്പെട്ട സുജിത്ത്, പ്രിയപ്പെട്ട ഹരി, പ്രിയപ്പെട്ട രാജേഷ്, സുജിത്തിൻ്റെ സഹോദരി ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സുമ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ യൂട്യൂബർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ, ഈ പുണ്യമായ ദിവസത്തിൽ, ഈ നല്ല ദിവസത്തിൽ, ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ദിവസത്തിൽ, ഈ വിഷു ദിനത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് സുജിത്തിൻ്റെ കുടുംബം ഇവിടെ ഒരു പുതിയ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ്. സാധാരണ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതൊക്കെ വിഭിന്നമായി ഇന്ന് മനുഷ്യരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകൾക്ക് വളരെയേറെ താല്പര്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സെൻ്ററാണ്, അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നാട്ടിൻ പുറത്തുള്ള ഭക്ഷണങ്ങൾ ഇന്ന് മനുഷ്യൻ വളരെയേറെ താല്പര്യത്തോടു കൂടി കാണുന്നു. അത് പുഴുക്കാണെങ്കിലും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ താല്പര്യത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം സൈഡ് പരമായ അല്ലെങ്കിൽ പാർശ്വപരമായ യാതൊരു തര ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത തരത്തിൽ വളരെ ശുദ്ധമായ രീതിയിൽ നമ്മളുടെ വസ്തുവിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട് മുറ്റത്തോ വീടിൻ്റെ പരിസരത്തോ നമ്മൾ നട്ടു വളർത്തി വലുതാക്കുന്ന ആ പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് ചീനി ആയിക്കോട്ടെ, കാച്ചിലായിക്കോട്ടെ, ചേമ്പായിക്കോട്ടെ, ആണെങ്കിലും അത് മനുഷ്യന് ഇന്ന് വളരെയേറെ താല്പര്യത്തോടു കൂടി കാണും. കാരണം ഇന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയി വാങ്ങുന്ന ഭക്ഷണങ്ങളിലുള്ള മായം അല്ലെങ്കിൽ അതുമായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഒരു നല്ല ആശയമായി ഈ
പ്രവർത്തനത്തെ ഞങ്ങളെല്ലാവരും നോക്കിക്കാണുകയാണ്. പ്രത്യേകിച്ച് ഈ റോഡിനെ സംബന്ധിച്ചോളം ഇന്ന് വളരെയേറെ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയായി നമ്മുടെ ഈ ചന്ദനപ്പള്ളി കോന്നി റോഡ് മാറുമ്പോൾ അതിൻ്റെ പരിസരം അല്ലെങ്കിൽ അതിനോട് ഓരം ചേർന്ന് ഇവിടെ തുടങ്ങുന്ന ഈ ഒരു കട രാഘവൻ ചേട്ടൻ്റെ പുഴുക്ക് കട എന്നുള്ളത്, ഞാൻ ഇവിടെ ഹരിയും ഇവരെല്ലാം ഓരോ പുതിയ ഇവരുടെ മിമിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ കലാപരമായിട്ടുള്ള അത്തരം വളർച്ചയിലേക്ക് കൊണ്ടുപോയ ആ കഥാപാത്രങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിൽ തുടങ്ങുമ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമാണ്. അത് തീർച്ചയായും ഇവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അത് നന്നായി പോകട്ടെ. ഈ നാടിൻ്റെ എല്ലാം അഭിനന്ദനങ്ങളും ആദരവും എല്ലാം അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ ഈ വിഷുദിനത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവിധമായ ആശംസകളും നേരുന്നു. നന്ദി. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഹുമാനിയായ റോബിൻ പീറ്റർ, ഇവിടെ അനുഗ്രഹീത കലാകാരന്മാരായ സുജിത്ത്, ഹരിയെ, രാജേഷ്, അവരുടെ സുജിത്തിൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഗോപി സാറുമായുള്ള ആ വീടുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കുടുംബമായി ഞങ്ങൾക്ക് വളരെ ബന്ധമാണ്. എൻ്റെ ഞങ്ങൾക്കൊക്കെ ഒരു സഹോദരിയെ പോലെ, സുജിത്തിനെ പോലെ ഒരു സഹോദരിയാണ് സുമ എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷം. ഇവർ രണ്ടുപേരും ഓരോ പരിപാടികൾ അങ്ങുമിഞ്ഞുമൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ സുഹൃത്ത് മാത്രം എന്താ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ആലോചിക്കാൻ. ഇത് ഏറെക്കാലത്തെ ഞാൻ മനസ്സിലാക്കുന്ന ഏറെക്കാലത്തെ ആലോചനയുടെ ഫലമായി ഉണ്ടായതാണ്. എല്ലാ ആശംസകളും നേരുന്നു എന്ന് മാത്രമല്ല, വേറിട്ട ഒരു സ്ഥാപനം, വിഭിന്നമായ ഒരു സ്ഥാപനം. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ ലഭിക്കാത്ത ഒരു ആഹാര സാധനങ്ങളും ഇല്ലാതെ കാർഷിക ഉൽപ്പന്നങ്ങളുമില്ല. നന്നായി വെച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇത് നന്നായി വിജയിക്കും. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഈ നല്ല ദിവസം, ഇന്നത്തെ ദിവസം ഈ കടയുടെ ഉദ്ഘാടനം തിരഞ്ഞെടുത്തു തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മയോടെ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ് സുമ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നല്ല അഭിനന്ദനങ്ങൾ, ഏറെ സന്തോഷം. വളരെ സന്തോഷം ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടായതിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരും, ഇവരെ 2 പേരെ, ഒരാൾ ഈ നാട്ടുകാരനാണ്. ഞാൻ തൊഴിലുറപ്പൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് ഒരു 150 പ്രാവശ്യം കണ്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇത്ര കലാപരമായി, ഇത്ര ഗംഭീരമായി അത് അവതരിപ്പിച്ചു എന്നുള്ള ഇവർ 3 പേരും ഉന്നതമായ നിലയിൽ എത്തിച്ചേരും. നല്ല ഈ കലാരംഗത്ത് ഇവർക്ക് ഇത് ഒരു സുഗന്ധം എന്നാണ് പറയുന്നതല്ല, ഉന്നതമായൊരു ഭാവി ഉണ്ടാകും. അക്കാര്യത്തിൽ ഞങ്ങൾക്കും ഇവർ 3 പേരും സിനിമയിലുമൊക്കെ പോയി നല്ല അഭിനയം കാഴ്ചവെക്കുമ്പോൾ അത് ഞങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കൊക്കെ, എനിക്ക് റോമിനും ഈ നാട്ടുകാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും അതൊരു അഭിമാനമായിരിക്കുമെന്ന കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഇങ്ങനൊരു ചിന്ത വന്ന ഇവരെ പ്രത്യേകിച്ച് സുമ ആണ് ഇതിൻ്റെ മുതലാളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവിധമായ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്നായിരിക്കുന്നു. നല്ല പുഴുക്കിനെ വെല്ലുന്ന സമ്മന്തിയാണ് കേട്ടോ. നല്ല ഗ്രാൻഡ് സമ്മന്തിയാണ്, കാന്താരി സമ്മന്തിയാണ്, തൈരൊക്കെ ചേർത്ത് ഗംഭീരമായിരിക്കുന്നു. ഞാനൊരു 10 മിനിറ്റ് ആയി. നല്ല എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. കാച്ചിലുണ്ട്, കപ്പയുണ്ട്, ഏത്തക്കയുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മധുരക്കിഴങ്ങാന്ന് തോന്നുന്നു, മധുരക്കിഴങ്ങ്, എല്ലാ ഐറ്റവും ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഈ മുതലാളിയോട് പറയുമ്പോൾ ഉണക്കമീൻ, ഒരു ഉണക്കമീൻ ചുട്ടോ അതല്ല ഇനി വറുത്താന്നേലും അതും നല്ല വല്ല കുറിച്ചിയോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഗംഭീരമായിരിക്കുന്നു കേട്ടോ, ഗംഭീരമായിരിക്കുന്നു. അപ്പം മച്ചന്മാർ ഇവിടുത്തെ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയുണ്ട്, മുളക് ചമ്മന്തിയുണ്ട്, പിന്നെ ഇതും കാന്താരിയുണ്ട്, ഏത്തക്കയുണ്ട്, പിന്നെ തൈര് ചമ്മന്തിയുണ്ട്, പിന്നെ കാച്ചില് ഇതുണ്ട്, ചേമ്പുണ്ട്, ഇതുണ്ടല്ലേ, മധുരക്കിഴങ്ങുണ്ടല്ലേ, മധുരക്കിഴങ്ങുണ്ട്, ഏത്തക്ക. അപ്പം ഇതെല്ലാം കൂടെ എത്ര ചേച്ചി? 60 രൂപ അല്ലേ. അപ്പം പിന്നെ ഉണക്കമീൻ കൂടെ അവിടെ ആക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണക്കമീൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അല്ല, മനസ്സിലായി. നമ്മുടെ രാഘവൻ ചേട്ടൻ്റെ പുഴുക്കട എന്ന് പറയുന്ന ഈ കട സ്ഥിതി ചെയ്യുന്നത്
കോന്നി ആനക്കൂട് റൂട്ട്, പത്തനംതിട്ടയ്ക്ക് കിടക്കുന്ന കോന്നി ആനക്കൂട് റൂട്ട് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ടാണ്. അവിടെ എല്ലാവരും വരിക. പോകുന്ന വഴിക്കൊക്കെ കയറിയിട്ട് നമുക്ക് വനജ ടീച്ചറെ ഇടയ്ക്ക് ഇവിടെ വരും. ടീച്ചറായിരിക്കും ചിലപ്പോൾ പുഴുക്കൊക്കെ വിളമ്പി തരുന്ന. എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ യൂട്യൂബർമാർ ചേട്ടന്മാർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഒപ്പം വിഷു ആശംസകളും. താങ്ക് യു. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം ആകട്ടോ. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ വിഷു ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. ഞങ്ങളുടെ സഹോദരൻ സുജിത്ത് തുടങ്ങിയ പ്രസ്ഥാനം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ രാജ്യത്ത് ചെറിയൊരു സംരംഭം തുടങ്ങി. അപ്പോൾ സുജിത്ത് ഇത് തുടങ്ങും ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അവർ നല്ലൊരു വഴിയാണ് കണ്ടെത്തിയത്. അത് നല്ല നമ്മളിപ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം രാഘവൻ ചേട്ടൻ്റെ പുഴുക്ക് കട. അതായത് രാഘവൻ എന്ന് പറയുന്നത് സുജിത്തിൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അതിനേക്കാളും സന്തോഷം. അതിൻ്റെ കൂടെ ഞങ്ങളിപ്പോൾ വേറെ പേരോട് അതിന് ചേർത്തിട്ടുണ്ട്. ഈ ഐറ്റം വേറെ തന്നെയാണ്. നാടൻ പുഴുക്കാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുക. അപ്പോൾ എല്ലാവരും ഈ വഴി സഞ്ചരിക്കുക. റൂട്ടെന്ന് പറഞ്ഞാൽ സ്വിച്ച് എങ്ങനെയാണ്? കോന്നിയിൽ നിന്ന് വരുമ്പോൾ ആനക്കൂട് റൂട്ടാണ്. ഇവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, അത് കഴിഞ്ഞ് പൂങ്കാവ്, പത്തനംതിട്ട വള്ളിക്കോട് റൂട്ട്. ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നവർ തീർച്ചയായും കടയിൽ കയറുക. ഞങ്ങളുടെ ഈ സംരംഭം വിജയിപ്പിക്കുക. എല്ലാവരും പ്രാർത്ഥന, സപ്പോർട്ട്, സ്നേഹം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. എല്ലാവർക്കും വിശ്വാസം. രണ്ടുണ്ട് സന്തോഷം. ഒന്ന്, നമ്മുടെ സഹോദര സ്ഥാപനം തുടങ്ങിയത്. രണ്ട്, ഐറ്റം വരല പ്രദേശത്തിലെ ഐറ്റം വരലെ ജനപ്രിയ കോമഡി താരങ്ങൾ എന്നുള്ള അവാർഡ് ഞങ്ങൾക്കായിരുന്നു. അങ്ങനെയല്ലേ? ഒരുപാട് സന്തോഷം. അതിപ്പോൾ ആ ജനങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമ്മൾ. അതേ സപ്പോർട്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഇല്ലയോ? ഈ സ്ഥാപനത്തിനും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് സ്മിതേഷ് മണ്ണീറ. എൻ്റെ പ്രിയ സുഹൃത്ത് സുജിത്ത് ഇങ്ങോട്ടടുത്തില്ല, ഇവിടെ അത് കുഴപ്പമില്ല. പ്രിയ സുഹൃത്ത് ഇവിടെ നമ്മുടെ പൂങ്കാവിൽ ഒരു പുഴുക്കുകട തുടങ്ങി. കുറച്ച് ദിവസം കൊണ്ടുള്ള നമ്മുടെ നാടൻ വിഭവങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളൊരു പ്ലാനൊക്കെ പുള്ളിക്കാരനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു, എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമാണ് തുടങ്ങാൻ പോകുന്നത്. നമ്മളോർത്ത് വല്ല ബജ്ജിക്കടയോ തട്ടുകടയോ എന്തെങ്കിലും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ പുള്ളിക്കാരൻ വെൽ പ്ലാൻഡായിട്ട് നമുക്ക് നാടൻ വിഭവം മാത്രം കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പുഴുക്കട തുടങ്ങിയിരിക്കുന്നത്. അതിന് എല്ലാവിധമായ ഐശ്വര്യങ്ങളും എല്ലാം ആശംസകളും ഞാൻ നേരുന്നു. ആ കട നല്ലപോലെ ഓരോ ദിവസവും ഉന്നതിയിലോട്ട് കയറട്ടെ എന്ന് പറയുന്നു. ഒപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഒരു കലാകാരനാണ് അദ്ദേഹം. ഇതുപോലെ ഒരു പ്രസ്ഥാനം തുടങ്ങിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലൊക്കെ ഉപരി ഞാൻ ഭക്ഷണം കഴിച്ചു. വളരെ വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതേ രുചിയും അതേ അതുപോലെ തന്നെ അവരുടെ സേവനം അതും വളരെ നല്ല രീതിയിലാണ്. നമുക്കത് ഭക്ഷണം തരുമ്പോൾ വളരെ തിരിച്ചോടുകൂടി തരുന്ന അതൊക്കെ നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ, അതോടൊപ്പം തന്നെ അതിനോടൊപ്പമുള്ള ചമ്മന്തിയെ അതെല്ലാം വളരെ വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. ഇതുപോലെ ഒരു സംരംഭം ഈ നാട്ടിൽ തുടങ്ങിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ പല ആളുകളോടും പറഞ്ഞ് ഈ സംരംഭം വളരെ വിജയകരമായി ഈ ചെറിയ ഒരു കടമുറിയിൽ നിന്ന് ഇത് വലിയൊരു കടമുറിയിലേക്ക് വലിയൊരു പ്രസ്ഥാനമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമ്മുടെ ഹരിശാന്റെ ചേച്ചി എങ്ങനെയുണ്ട്? ആ, അടിപൊളി. ചേച്ചി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പോൾ നമ്മളൊരു ചേട്ടൻ ഇരുന്നു. ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ നമസ്കാരം. നമ്മുടെ സുജിത്തിൻ്റെ പുതിയ സംരംഭം രാഘവൻ ചേട്ടൻ്റെ പുഴുക്കുകട ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. സുജിത്തിന് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഞങ്ങൾ കുടുംബസമേതം വന്ന് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. അടിപൊളി പുഴുക്ക്, അടിപൊളി ചമ്മന്തി, പിന്നെ അതിനോടൊപ്പം കട്ടൻ കാപ്പി, ചായ, എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പോൾ ഈ പുഴുക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇവന് കൊടുത്തപ്പോൾ പോലും ഇവൻ ചോദിച്ചത് എന്തുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ കൂടാണ് സുജിത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫാമിലിയായി ഇവിടെ വരണം. നമ്മുടെ പൂങ്കാവ് കോന്നി റോഡിൽ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് സുജിത്തിൻ്റെ ഈ സ്ഥാപനം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും
കൂടെ സഹകരിക്കണം. അപ്പോൾ ഇനിയും പുതിയൊരു പേരൊക്കെ ഇട്ടിരിക്കുന്നത് രാഘവൻ ചേട്ടൻ്റെ പുഴുക്കുകട. അപ്പോൾ ഇനിയും സ്കിറ്റിനകത്തിനെയും രാഘവൻ ചേട്ടനെ കൊണ്ടുവരാനായിരിക്കും പരിപാടി. മറിഞ്ഞ ടീച്ചറുടെ തയ്യക്കടയും മറ്റേ പൊടിയൊക്കെ ചേട്ടൻ്റെ ചായക്കടയും കഴിഞ്ഞ് ഇനി രാഘവൻ ചേട്ടൻ്റെ പുഴുക്കുകട. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും നല്ല ഒരു വിഷു ആശംസിക്കുകയാണ്. അതോടൊപ്പം എല്ലാവരും വരിക, സുജിത്തിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അജേഷിൻ്റെ മോനുമാണ് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം നേരെ പറഞ്ഞപ്പോഴേ രാവിലെ തന്നെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തുകയും നമ്മളോടത്ത് സഹകരിക്കാൻ പറ്റിയത് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഇവിടേക്ക് ഇന്ന് പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ തിരക്കിലാണ് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും അജേഷും എല്ലാവർക്കും വിശ്വാസംസകളും. അപ്പോൾ ഉദ്ഘാടനത്തിന് വന്നിട്ട് ഇരുന്ന് വെട്ടി പിടിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു? മോനെ ഒരു രക്ഷയില്ലടാ, കിടക്കാച്ചി ഐറ്റം പറ വെള്ളമില്ല, കാച്ചില്, ചേന, ചേമ്പ്, എന്താ മധുരക്കര ഞങ്ങള് വെച്ച് വിളക്കി സൂപ്പർ അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 3 കൂടെ സമ്മതി ഉണ്ടായിരുന്നു. ഓ, ഒരു ചുമന്ന സമ്മതി ഒരു രക്ഷയില്ല. അപ്പൊ എല്ലാം അല്ല കഴിച്ച ചുമന്നല്ല പറഞ്ഞു. അപ്പൊ എല്ലാരും ഇവിടെ വരിക കേട്ടോ. എല്ലാരും സ്നേഹ സപ്പോർട്ടുള്ളതാണ്. നമ്മുടെ സ്ഥാപനം വൻ വിജയമാക്കണം. എല്ലാവർക്കും വിഷു ആശംസകൾ. ഓക്കെ. അപ്പൊ ചേച്ചി ഒരു കാര്യം കൂടെ നമുക്ക് ചോദിക്കാനുണ്ട്. നമ്മുടെ ഈ കട എത്ര മണി മുതൽ എത്ര മണി വരെ ഉണ്ട്? രാവിലെ 9 മണി തൊട്ട് ഒരു 6-7 മണി വരെ ഉണ്ട്. അപ്പൊ ഇന്നിപ്പം ഉദ്ഘാടന സമയമുണ്ടല്ലേ? 9 മണി തൊട്ട് തുടങ്ങും. 7 മണി വരെ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി 7 മണി വരെ. 7 മണി വരെ. അത് കഴിഞ്ഞ് പിന്നെ കച്ചവടത്തിന്റെ അനുസരിച്ച് നമുക്ക് ആൾ വരുന്നതിന്റെ അനുസരിച്ച് ആളിൽ മുഷിപ്പിച്ച് വിടാതെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇപ്പൊ തൽക്കാലം സ്റ്റാർട്ടിങ് ഇതിപ്പോൾ ഉദ്ഘാടനമായതുകൊണ്ട് എല്ലാവരും ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ വേണ്ടി ഫുഡ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം തീർന്നു കഴിഞ്ഞ ഉടനെ പോവാം. അല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്നേഹം എല്ലാവരും ഒന്ന് അറിയിപ്പിക്കണം. അതിന് വേണ്ടിയാണ്. പിന്നെ എല്ലാവർക്കും വളരെ വളരെ സന്തോഷം. നാളെ നമ്മുടെ സ്റ്റാർട്ടിങ് ഇതിപ്പോൾ തീരുവ ഞങ്ങൾ പോകും. പിന്നെ തുറന്നു വെച്ചിട്ട് ആൾക്കാർ കഴിക്കാൻ വരുമ്പോൾ സാരമില്ലായിരിക്കും. ഇല്ലില്ല. അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം. അപ്പം മത്സ്യവരെ നമ്മളിവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാതെ പോകുന്നത് എങ്ങനെയാണ്? നമ്മളിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി മുളക് ചമ്മന്തി, ആ തൈര് ചമ്മന്തി എല്ലാം കൂടെ ചേർന്ന് അടിപൊളി സൂപ്പർ. അതുപോലെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ കോന്നി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് നേരെ പൂങ്കാവ് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെ ഇവിടെ കയറി കഴിച്ചിട്ട് പോവാം. അപ്പം നല്ല അടിപൊളി പൂക്കടയാണ്. അപ്പോൾ എങ്ങും കിട്ടത്തില്ല. ഇപ്പം കുറേശ്ശെ പലതായിട്ട് ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇവിടെ ആയിട്ടുണ്ട് മക്കളെ. ഇത് ഐറ്റം വേറെയാണ്. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് പോകണം. ഓക്കെ.